ലോർഡ്. ഒരു ശക്തമായ പ്രകാശം വലഞ്ഞ് എന്നെ ഉൾക്കൊള്ളുകയായിരുന്നു. അത് തന്നെ ആ പ്രകാശം എന്നെ ആലിംഗനം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്നും അറിയാത്ത ഒരു പുതിയ സമാധാനവും ശാന്തിയും ഒരു സന്തോഷവും. യേശുവേ, ഇത് നിത്യകാലവും എന്നിലുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി പോവില്ല, അത് പണ്ടേ ഉണ്ട്, ഇപ്പം തുറന്നു. എന്നെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിന്റെ കൃപാവരം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സമ്പൂർണ്ണമായിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. ഇനി അടുത്ത ആൾ വരാം. കണ്ടോ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു പ്രോത്സാഹനം ഉണ്ടോ ഇല്ലയോ? യെസ് പ്ലീസ് കം. എനിക്ക് മനസ്സിലൊരു ആലയമാണെന്ന് തോന്നി. അതിലൊരു മുറിയിൽ ഈശോയുടെ ദേവാലയത്തിൽ ഈശോ ഉണ്ട്, സക്രാരിയുണ്ട്, മാതാവുണ്ട്, ഔസേപ്പുണ്ട്. അതൊരു സ്വർഗം പോലെയാണ് എനിക്ക് മനസ്സിൽ കാണാൻ സാധിച്ചത്. ഒരു സ്വർഗീയ അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇനി പോകാനൊന്നുമില്ല, സ്വർഗം ഇവിടെ തന്നെ ഉണ്ട് ഇല്ലേ? ഉള്ളിൽ തന്നെയുണ്ട്, എങ്ങും പോകണ്ട. അപ്പോൾ ഇനി പോകേണ്ട ആവശ്യം എന്താ? മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥ കുറച്ചും കൂടി പൂർണ്ണമായിട്ട് കിട്ടുന്നു. വേഗം മരിക്കണം. സ്വർഗത്തിലാണെന്ന് തോന്നി എനിക്ക്. ഒരച്ഛനൊരു ധ്യാനത്തിൽ പറയായിരുന്നു, നമ്മൾക്ക് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ്, പക്ഷെ ഭൂമിയിലാണെന്നുള്ളൂ. ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വർഗത്തിലാണ്. അതൊരവസ്ഥയാണ്, അതൊരു സ്ഥലമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ആ ലയനമാണ് സ്വർഗം. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. സ്വർഗത്തിൽ വിശ്വാസത്തോടെ കർത്താവ് വിശ്വസിച്ചാടെ ശരീരം സ്വീകരിക്കാൻ തിരിച്ചടിക്കുന്നു. കേട്ട് പരിചയമുള്ള മാതിരി തോന്നുന്നില്ലേ? ഇങ്ങനെയുള്ള വളരെ വലിയ രഹസ്യങ്ങൾ, അതിൻ്റെ അർത്ഥമൊന്നും അറിയാതെ നമ്മളങ്ങ് പെട്ടെന്ന് കടത്ത് കഴിച്ച് പറഞ്ഞു പോവുകയാണ്. എന്താ കേട്ടാ മനസ്സിലായോ വല്ലത്? സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇത് പിള്ളേരാരെയും കുറ്റപ്പെടുത്തി പറയാല്ല കേട്ടോ മക്കളെ. എന്നാലും നമ്മൾ വലിയ ആൾക്കാർ മനസ്സിലാക്കണം, അത് പറയുന്ന അർത്താര ബാലകന്മാർക്ക് നമ്മൾ നിർദ്ദേശങ്ങളും കൊടുക്കണം. ഇത് വളരെ വലിയ ഒരു രഹസ്യമാണ് നമ്മൾ പറയുന്നത് അവിടെ. ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ വരേണ്ടത്. അപ്പോൾ വൈദികൻ ആ ഈശോയെ എടുത്തിട്ട് പറയാണ്, ഇത് നിന്റെ പാപങ്ങളും കടങ്ങളും പുറത്ത് നിത്യജീവൻ, കർത്താവ് ഈശോയുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. ഓക്കെ, ഇവിടെ ഈ ചേട്ടന്മാർക്ക് ആർക്കും ഒരനുഭവം ഉണ്ടായില്ലെന്നോ? ഞാനങ്ങനെ ഇച്ചിരി പ്രകോപിപ്പിച്ച് പറഞ്ഞാലേ ആരെങ്കിലും വരുള്ളൂ. അതുകൊണ്ടാണ് എനിക്കറിയാം എല്ലാവരും അവരിങ്ങനെ എളിമയിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ശരിക്കും ധ്യാനത്ത് വന്നപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ശരിക്കൊന്നും ഒരുങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അനുഭവമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ആ പ്രാർത്ഥനയുടെ സമയത്ത് ശരി കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാസയിൽ രക്തം ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഐസ് കട്ടയായിട്ട് അതിൽ വീണ് ശരിക്കും ഇങ്ങനെ അലുത്തലുത്ത് ഇല്ലാണ്ടായതുപോലെ തോന്നി. ശരിക്കും ഈശോയിലേക്ക് ഒന്നായി ചേർന്നൊരനുഭവം, ശരിക്കും ഹൃദയം ശരിക്കും എടുത്ത് ഐസിൽ വെച്ചിട്ട് തിരിച്ചു വെച്ചൊരനുഭവമാണ്. ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു സമയത്ത്. അപ്പോൾ വെള്ളം വീഞ്ഞായി. H2O ആണ് വെള്ളം, ഓക്സിജനും ഹൈഡ്രജനും. വീഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? CH3CH2OH. അപ്പോൾ അത് ഐസിൻ്റെ അകത്ത് വെച്ച് എന്തോ അവിടെ ചെയ്തിട്ടുണ്ട്, സംഭവം മാറിയിട്ടുണ്ടല്ലേ? പുതിയ ഹൃദയമായി മാറിക്കാണും. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾ ആരെങ്കിലും?
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ധ്യാനം പ്രത്യേക ധ്യാനമായിരിക്കും. 10ഉം 25ഉം വർഷം ശുശ്രൂഷ ചെയ്ത നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് എന്താ പറയണത്? കൊള്ളാം, കൊള്ളാം, വെൽ ഡൺ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. നിങ്ങൾക്ക് വലിയ സമ്മാനം ഞാൻ തരും. നിങ്ങൾക്ക് വലിയ ജ്ഞാനം ഞാൻ തരും. നിങ്ങളെ വലിയ ചക്രവാളങ്ങളിലേക്ക് ഞാൻ ഉയർത്തും. ഓക്കെ, നമ്മൾ ഈ ധ്യാനത്തിൻ്റെ